നാട്ടിലെ ജനങ്ങളുടെ ജീവിത വരുമാന മാർഗമായിട്ടുള്ള ടൂറിസം മേഖലയെ തകർക്കുന്ന നിലപാടാണ് അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആനയിറങ്കൽ ഹൈഡൽ ടൂറിസം പ്രോജക്റ്റ് അത് നിർത്തലാക്കിയിരിക്കുകയാണ്. അതുപോലെ ചെങ്കുളം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഹൈഡൽ പദ്ധതി ആ പ്രോജക്റ്റിനോട് ചേർന്ന് ഡാമിനോട് ചേർന്ന് 220 ഏക്കർ ഭൂമി വനഭൂമിയായി ഏറ്റെടുക്കുകയും തുടർന്ന് ഇപ്പോൾ അവിടെ ഈ ടിക്കറ്റ് ലഭിക്കാതെ സഞ്ചാരികൾ വരുമ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളും ഓൺലൈനാക്കിയിരിക്കുക. എല്ലാവരും ഈ കാര്യത്തിൽ പരിചയമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. ആനയിറങ്ങലിന്റെ അനുഭവം വെച്ച് ചെങ്കുളം പരിശോധിച്ചാൽ ചെങ്കുളം പദ്ധതിയിൽ നിർത്തലാക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽപ്പെട്ട പഞ്ചായത്താണ് വെള്ളത്തൂവൽ. അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്തരം ഈ മേഖലയിലെ ടൂറിസം പ്രവർത്തനങ്ങളെ നിർത്തലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അധികാരികളുടെ ഭാഗം ഉണ്ടായിരിക്കുക. മുമ്പ് KSC ബോർഡിലെ എഞ്ചിനീയർമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ തരത്തിലുള്ള ആളുകളായിരുന്നു അതിന് ഡയറക്ടർമാരായിട്ട് ഇരുന്നതെങ്കിൽ ഇപ്പോൾ IFS-കാരനെ ആ പോസ്റ്റിൽ ഹൈഡൽ ടൂറിസത്തിന്റെ കേരളത്തിന്റെ ഡയറക്ടറാക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം വനമേഖലയുമായി ബന്ധപ്പെടുത്തിയും ദുരന്ത നിവാരണ അതോറിറ്റിയിൽപ്പെടുത്തിയും ഒക്കെ നിരവധിയായ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ മേഖലയിലെ വിനോദസഞ്ചാര മേഖലയെ തകർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവിടെയുള്ള നിരവധി ആളുകൾ ആനച്ചാൽ കേന്ദ്രീകരിച്ച് നിരവധി ആളുകൾ വാഹനം ഓടിച്ചും ഹോം സ്റ്റേ നടത്തിയും ചെറിയ വ്യാപാരങ്ങൾ നടത്തിയും ഒക്കെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാർഷിക മേഖലയ്ക്ക് തകർച്ച ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആശാകേന്ദ്രമായി മാറിയത് ഈ ടൂറിസം മേഖലയാണ്. ആ ടൂറിസം മേഖലയും തകർക്കുന്ന നിലപാട് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ ബഹുജന പ്രക്ഷോഭം ഉണ്ടാക്കുക, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമര പരിപാടികളുമായി മുന്നോട്ട് പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ നാട്ടിലുള്ളത്.